നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ വ്യോമസേനയുടെ അത്യാധുനിക യുദ്ധവിമാന പദ്ധതിയായ AMCAയുടെ മാതൃകയിൽ ഇന്ത്യൻ സൈന്യവും വൻ പ്രതിരോധ വിപ്ലവത്തിനൊരുങ്ങുന്നു. പ്രോജക്റ്റ് രഞ്ജിത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾ അഥവാ FRCV പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രൂപകൽപ്പനയും നിർമ്മാണവും സ്വകാര്യ വ്യവസായ മേഖലയ്ക്ക് കൈമാറിക്കൊണ്ട് പദ്ധതിയുടെ പൂർണ്ണ നിയന്ത്രണം സർക്കാരിൽ നിലനിർത്തുന്ന പുതിയ രീതിയാണ് ഇതിനായി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ കരസേനയുടെ ഭാഗമായ പഴക്കമേറിയ T-72 അജയ മെയിൻ ബാറ്റിൽ ടാങ്കുകൾക്ക് പകരക്കാരനായിട്ടാണ് FRCV എത്തുന്നത്. ആധുനിക ചലനശേഷി, പ്രഹരശേഷി, തദ്ദേശീയ സാങ്കേതികവിദ്യ, നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായ ആക്രമണശേഷി എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതുതലമുറ ടാങ്കായിട്ടാണ് ഇതിനെ ലക്ഷ്യമിടുന്നത്. കേവലം ഒരു ടാങ്ക് നിർമ്മിക്കുക എന്നതിനപ്പുറം ആഗോളതലത്തിൽ മത്സരശേഷിയുള്ള ഒരു പ്രതിരോധ വ്യവസായ അന്തരീക്ഷം രാജ്യത്ത് വളർത്തിയെടുക്കുക കൂടിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പൊതുമേഖലാ ഉൽപ്പാദനത്തെ മാത്രം പ്രധാനമായും ആശ്രയിച്ചിരുന്ന മുൻകാല പദ്ധതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പാതയിലാണ് പുതിയ നീക്കം. പഴയകാല കവചിത വാഹന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ 2020 മേക്ക് 1 വിഭാഗത്തിലാണ് FRCV ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ടാങ്കിന്റെ പ്രോട്ടോടൈപ്പ് വികസന ചെലവിന്റെ 70% കേന്ദ്ര സർക്കാരും ബാക്കി 30% തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വകാര്യ വ്യവസായ പങ്കാളിയും വഹിക്കും. ഇത് സ്വകാര്യ മേഖലയ്ക്ക് പദ്ധതിയിലുള്ള താല്പര്യവും ദീർഘകാല പ്രതിബദ്ധതയും വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഒരൊറ്റ നിർമ്മാതാവിനെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സ്വതന്ത്രമായി പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കാൻ 2 വികസന ഏജൻസികളെ കരസേന ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇവരുടെ വിപുലമായ പരീക്ഷണങ്ങൾക്കും സാങ്കേതിക വിലയിരുത്തലുകൾക്കും ശേഷം ഏറ്റവും മികച്ച രൂപകൽപ്പന മാത്രമായിരിക്കും വലിയ തോതിലുള്ള ഉൽപ്പാദനത്തിനായി തിരഞ്ഞെടുക്കുക. സാങ്കേതികവിദ്യ കൂടുതൽ മെച്ചപ്പെടുത്താനും പദ്ധതിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും ഈ മത്സര സമീപനം വഴി സാധിക്കും. നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന സ്വകാര്യ കമ്പനികൾ വെറും ഘടകഭാഗങ്ങൾ വിതരണം ചെയ്യുന്നവരായിരിക്കില്ല, മറിച്ച് സങ്കീർണമായ സംവിധാനങ്ങളുടെ സംയോജനം, പ്രോട്ടോടൈപ്പ് വികസനം എന്നിവയുടെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള സിസ്റ്റം ഇൻ്റഗ്രേറ്റർമാരായി മാറും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയുള്ള വാർ മാനേജ്മെൻറ്റ്, ഡ്രോൺ സംയോജനം, ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, നൂതന സെൻസറുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഈ പുതിയ ടാങ്കിൽ ഉണ്ടാകും. AMCAയും FRCVയും ഈ 2 പദ്ധതികളും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിലും സംഭരണ രീതികളിൽ വ്യത്യാസമുണ്ട്. ADA നയിക്കുന്ന പ്രക്രിയയിലൂടെയാണ് വ്യോമസേനയുടെ AMCA പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ രൂപകൽപ്പനയുടെ ചുമതല, ഇതിന്മേലുള്ള അവകാശം സർക്കാർ നിലനിർത്തുമ്പോൾ FRCV പദ്ധതിയിൽ വികസന ചെലവുകൾ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ പങ്കിടുകയാണ് ചെയ്യുന്നത്. എങ്കിലും 2 പദ്ധതികളുടെയും തന്ത്രപരമായ ലക്ഷ്യം ഒന്നാണ്: ആഭ്യന്തര വ്യവസായ ശേഷി കെട്ടിപ്പടുക എന്നതാണ്. നടപടിക്രമങ്ങളിലെ ഈ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ 2 പദ്ധതികളും ഒരേ തന്ത്രപരമായ ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. കേവലം സൈനിക സംവിധാനങ്ങളിലെ ഹാർഡ്വെയറുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം രാജ്യത്തിനകത്ത് തദ്ദേശീയമായ വ്യവസായ ശേഷി കെട്ടിപ്പടുക എന്നതാണ് ഇതിന്റെ പൊതു ലക്ഷ്യം. പ്രോജക്ട് രഞ്ജിത്തിൽ സ്വകാര്യ വ്യവസായ മേഖലയെ വ്യാപകമായി പങ്കാളികളാക്കാനുള്ള ഇന്ത്യൻ ആർമിയുടെ തീരുമാനം മുൻകാല അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളെ കൂടി അടിസ്ഥാനമാക്കിയുള്ളതാണ്. മുൻകാലങ്ങളിൽ ഒരൊറ്റ പൊതുമേഖലാ സ്ഥാപനത്തെ മാത്രം ആശ്രയിച്ചിരുന്നത് പലപ്പോഴും പദ്ധതികളുടെ കാലതാമസത്തിനും അതോടൊപ്പം പൂർണ്ണതോതിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തടസ്സം നേരിടുന്നതിനും കാരണമായിരുന്നു. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ മാറ്റം. കവചിത വസ്തുക്കൾ, സെൻസറുകൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി MSMEകൾക്ക് ഈ പദ്ധതി വലിയ നിക്ഷേപ അവസരങ്ങൾ കൂടി തുറന്നു നൽകുകയാണ്. ചുരുക്കത്തിൽ, പ്രവർത്തന ആവശ്യത്തിലും മേൽനോട്ടത്തിലും സർക്കാരിന്റെ പരമാധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വകാര്യ മേഖലയെ വിശ്വസ്ത പങ്കാളികളാക്കുന്ന ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയത്തിന്റെ ഉദാഹരണം കൂടിയാണ് പ്രോജക്ട് രഞ്ജിത്ത്.